ഡിയർ സ്റ്റുഡൻസ്, KTU BTech LET 2026 ഓപ്ഷൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് LBSൻ്റെ വെബ്സൈറ്റിലൂടെ കോളേജ് ഓപ്ഷൻസ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഓപ്ഷൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തത് 1/7/2026. ഇന്നാണ് കോളേജ് ഓപ്ഷൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തത്. ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് 3/7/2026. അപ്പോൾ നമുക്ക് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഇന്ന്, നാളെ, മറ്റന്നാളെ 3-ാം തീയതി നൈറ്റോട് കൂടി ഓപ്ഷൻ രജിസ്ട്രേഷൻ വിൻഡോ ക്ലോസ് ആവും. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഇന്നല്ലെങ്കിൽ നാളെ തന്നെ കോളേജ് ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യാം. നമ്മൾ കഴിഞ്ഞ യൂട്യൂബ് വീഡിയോയിൽ പറഞ്ഞിരുന്നു, കേരളത്തിൽ ഗവൺമെൻറ് എയ്ഡഡ് എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ലാറ്ററൽ എൻട്രി സ്കീമിൽ അവൈലബിൾ ആയിട്ടുള്ള സീറ്റ് ഡീറ്റെയിൽസ്. അപ്പോൾ കുറേ പേര് ചോദിച്ചിരുന്നു, കോസ്റ്റ് ഷെയറിംഗ് കോളേജിൽ ലാറ്ററൽ എൻട്രി സ്കീമിന് എത്ര സീറ്റ് ഉണ്ട്, പ്രൈവറ്റ് കോളേജുകളിൽ എത്ര സീറ്റ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ LBSൻ്റെ വെബ്സൈറ്റിൽ കേരളത്തിലെ എല്ലാ എഞ്ചിനീയറിംഗ് കോളേജുകളിലെയും ലാറ്ററൽ എൻട്രി സ്കീമിൽ അവൈലബിൾ ആയിട്ടുള്ള സീറ്റ് ഡീറ്റെയിൽസിൻ്റെ PDF അവൈലബിൾ ആണ്. അപ്പോൾ ഇതാണ് ആ ഒരു PDF. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാം, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം CET ഗവൺമെൻറ് കോളേജാണ്. ഇവിടെ കോഴ്സ് അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗ് 6 സീറ്റ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ 6 സീറ്റ്. ഇനി ട്യൂഷൻ ഫീസ് വരുന്നത് 6300 ട്യൂഷൻ ഫീസ് വരുന്നത്. ഇനി CETയിൽ സിവിൽ എഞ്ചിനീയറിങ്ങിന് 12 സീറ്റ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് 12 സീറ്റ്. ഇനി CETയിൽ ഇലക്ട്രിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് 7 സീറ്റ്. അല്ലേ, നമ്മൾ വീഡിയോയിൽ 6 സീറ്റ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ 6 സീറ്റാണ് ലാറ്ററൽ എൻട്രി സ്കീമിലുള്ളത്. പ്ലസ് ഫസ്റ്റ് ഇയറിൽ വേക്കൻ്റായി കിടക്കുന്ന സീറ്റും കിട്ടും. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ ഒരു സീറ്റ് വേക്കൻ്റ് ആയതുകൊണ്ടാണ് 6+1 7 ആയത്. അപ്പോൾ ഈ ഒരു ലിസ്റ്റ് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിൽ ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ ടോപ്പ് കോളേജുകളിലൊന്നും അങ്ങനെ ഫസ്റ്റ് ഇയറിൽ കൂടുതൽ വേക്കൻസി ഇല്ല. അപ്പോൾ ഗവൺമെൻറ് എല്ലാ കോളേജിലെയും അത് കഴിഞ്ഞിട്ട് ആ ഒരു ഓർഡറിൽ തന്നെയാണ് ഗവൺമെൻറ് കോളേജുകളിലെ സീറ്റ് ഡീറ്റെയിൽസ്. ഇപ്പോൾ ഇതിൽ കൂടുതൽ ഫസ്റ്റ് ഇയറിൽ വേക്കൻ്റായി കിടക്കുന്നത് ഇവിടെ ഇടുക്കിയിലൊക്കെയാണ്. ഇടുക്കിയിലൊക്കെ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിനൊക്കെ 25 സീറ്റ് കാണുന്നുണ്ട്. അതായത് ഫസ്റ്റ് ഇയറിൽ അത്രയും വേക്കൻ്റായി കിടക്കുന്നതുകൊണ്ടാണ് ഇത്രയും വന്നത്. ഇപ്പോൾ ടോപ്പ് കോളേജുകളിൽ അധികം വേക്കൻസി ഇല്ല. അതായത് നിങ്ങളെ സീറ്റ് ഉണ്ട്, ലാറ്ററൽ എൻട്രി സ്കീമിലുള്ള സീറ്റുകളുണ്ട്. ഫസ്റ്റ് ഇയറിൽ വേക്കൻ്റായി കിടക്കുന്ന സീറ്റുകൾ കുറവാണ് ടോപ്പ് കോളേജുകളിൽ. അപ്പോൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക, നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്ന ബ്രാഞ്ച്, നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്ന കോഴ്സിൽ സീറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇനി ഗവൺമെൻറ് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എയ്ഡഡ് കോളേജുകളിലെ സീറ്റ് ഡീറ്റെയിൽസ്, MA കോളേജ്, അത് കഴിഞ്ഞാൽ NSS പാലക്കാട്, TKM, പിന്നെ അത് കഴിഞ്ഞാൽ കോസ്റ്റ് ഷെയറിംഗ് കോളേജുകളുടെ സീറ്റ് ഡീറ്റെയിൽസ് കാണാം. അപ്പോൾ ഇത് നമ്മൾ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇത് നിങ്ങൾ ഇവിടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ കോസ്റ്റ് ഷെയറിംഗ് കോളേജുകൾ, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് അടൂർ, കോസ്റ്റ് ഷെയറിംഗ് കോളേജിലെ ഏറ്റവും ടോപ്പ് കോളേജാണ് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ്. ഇപ്പോൾ മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിൽ നമ്മളെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എടുത്താൽ ഇവിടെ 9 സീറ്റാണ്. ഇവിടെ 2 പ്രാവശ്യം ഓരോ ബ്രാഞ്ച് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് വീണ്ടും ഇവിടെ കാണാം, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഫുൾ ഫീ എന്ന് പറഞ്ഞിട്ട്. ഈ ഫുൾ ഫീ എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ലാറ്ററൽ എൻട്രി സ്കീമിൽ അവൈലബിൾ ആയിട്ടുള്ള സീറ്റിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യും. അതിൽ പകുതി മെറിറ്റ് സീറ്റും പകുതി മാനേജ്മെൻറ്റാണ്. അപ്പോൾ ഈ മാനേജ്മെൻറ്റാണ് ഇവിടെ നിങ്ങൾ ഈ ഫുൾ ഫീ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണുന്നത്, ഫുൾ ഫീ. അപ്പോൾ ഫീസ് കൂടുതലാണ്. ഇപ്പോൾ മെറിറ്റ് ആണെങ്കിൽ ഒരു വർഷത്തേക്ക് 49,613 ഫീസ് വരെ. ഇനി ഫുൾ ഫീ ആണെങ്കിൽ 82,688 ട്യൂഷൻ ഫീസ് വരെ. അപ്പോൾ കോസ്റ്റ് ഷെയറിങ്ങിൽ കൊടുക്കുന്നവർ ഇതും കൂടെ ഒന്ന് നോക്കണം. ഫീസ് കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയെങ്കിൽ ഓക്കെയാണ്. ഇത് ട്യൂഷൻ ഫീസാണ്. ഇതിന് പുറമെ ഹോസ്റ്റൽ ഫീസും കൂടെ വരും. അത് പിന്നെ എല്ലാ കോളേജിലും നിങ്ങൾക്ക് പോയി വരാൻ പറ്റുന്ന ദൂരം അല്ലെങ്കിൽ നിങ്ങളവിടെ നിന്ന് പഠിക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് നല്ലൊരു എമൗണ്ട് ഹോസ്റ്റൽ ഫീസ് വരും ഒരു വർഷത്തേക്ക്. അപ്പോൾ നിങ്ങൾ ഈ PDF ഞാൻ പറഞ്ഞതുപോലെ ചെക്ക് ചെയ്യുക. കോസ്റ്റ് ഷെയറിംഗ് കോളേജ് കഴിഞ്ഞാൽ പിന്നെ പ്രൈവറ്റ് സെൽഫ് ഫൈനാൻസിങ് കോളേജുകളുടെ സീറ്റ് ഡീറ്റെയിൽസ് കാണാം. ഓക്കെ, ഇനി നിങ്ങളെ ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യാൻ നിങ്ങളെ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളൊരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുക, ടോപ്പ് കോളേജുകളൊക്കെ വെച്ചിട്ട്. മറ്റേ നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ ഫ്രണ്ടിൽ ഇരുന്നിട്ട് ആ സമയത്ത് ഓരോ ഓപ്ഷൻസ് ഇങ്ങനെ ആലോചിച്ചെടുത്ത് ആഡ് ചെയ്ത് വരുന്ന സമയത്ത് ഓർഡർ തെറ്റാം, അല്ലെങ്കിൽ ചില കോളേജ് മിസ്സാവാം. അപ്പോൾ ഏറ്റവും നല്ലത് നിങ്ങൾ ഇരുന്നിട്ട് എന്ത് ചെയ്യുക, ഒരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുക. എന്നിട്ട് അതിന് ശേഷം ഇന്നല്ലെങ്കിൽ നാളേക്ക് ആയിട്ട് എന്ത് ചെയ്യുക, ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യുക. എളുപ്പമാണ് ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യാൻ. നിങ്ങളെ കയ്യിൽ കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ ആ കമ്പ്യൂട്ടർ വെച്ചിട്ട് ചെയ്യാം, ലാപ്ടോപ്പോ കമ്പ്യൂട്ടർ വെച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ അക്ഷയ CSC സെൻറ്ററിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിന്നും ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാൻ ടോപ്പ് ഗവൺമെൻറ് എയ്ഡഡ് എഞ്ചിനീയറിംഗ് കോളേജുകളുടെ ലിസ്റ്റ് കാണിക്കാം. അപ്പോൾ ഇതാണ് കേരളത്തിലെ ടോപ്പ് ഗവൺമെൻറ് എയ്ഡഡ് എഞ്ചിനീയറിംഗ് കോളേജുകളുടെ ലിസ്റ്റ്. കേരളത്തിലെ നമ്പർ 1 എഞ്ചിനീയറിംഗ് കോളേജാണ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം CET. അതിൻ്റെ കോളേജ് കോഡ് TB എന്നാണ്. നമ്പർ 2 ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂർ. നമ്പർ 3
TKM കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കൊല്ലം, നമ്പർ 4 MA കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കോതമംഗലം, നമ്പർ 5 ഗവൺമെൻറ് രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കോട്ടയം. അപ്പോൾ ഇതിൽ നമ്പർ 1 എപ്പോഴും CET ആണ് വരല്. ചിലപ്പോൾ നമ്പർ 2 TKM വരാറുണ്ട്. അപ്പോൾ തൃശ്ശൂർ ഗവൺമെൻറ് കോളേജ് 3rd വരും. അതേപോലെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ വരാറുണ്ട്. എപ്പോഴും നമ്പർ 1 CET ആണ്, ബാക്കിയുള്ളതിൽ ചെറിയ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരാറുണ്ട് ഓരോ വർഷത്തെ റിസൾട്ടും പ്ലേസ്മെൻ്റൊക്കെ വരുമ്പോൾ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് നോക്കിയിട്ടൊരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യാം. ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജൊക്കെ 4th, 5th, 6th ഓപ്ഷനായിട്ട് ആഡ് ചെയ്യാം. അപ്പോൾ അവിടെ ഫീസും കൂടെ നോക്കണം. മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് എന്താണ്, കോസ്റ്റ് ഷെയറിംഗ് കോളേജാണ്. കോസ്റ്റ് ഷെയറിംഗ് കോളേജിൽ നമ്മൾ നേരത്തെ കണ്ട ഫീസ് 40,000-ൽ കൂടുതലാണ് മെറിറ്റ് സീറ്റ് ആണെങ്കിൽ. മാനേജ്മെൻറ്റ് സീറ്റ് ഫുൾ ഫീ ആണെങ്കിൽ 70,000, 80,000 റേഞ്ചിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ ഫീസ് കൊടുക്കാൻ റെഡി ആണെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, അത് ഓപ്ഷനിൽ ആഡ് ചെയ്യാം. പിന്നെ അതേപോലെ ഇവിടെ നിങ്ങൾക്ക് ഇടുക്കി, വയനാട് ഈ കോളേജുകൾക്ക് മുമ്പായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കോസ്റ്റ് ഷെയറിംഗ് കോളേജുകൾ പോകാൻ പറ്റുന്നവരാണെങ്കിൽ അത് ആഡ് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് IHRDയുടെ അണ്ടറിലുള്ള നല്ല കോളേജുകൾ, KEIPൻ്റെ അണ്ടറിലുള്ള നല്ല കോളേജുകളൊക്കെ ഇവിടെ ആഡ് ചെയ്യാം. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ പാരൻസുമായിട്ടും കൂടെ ഡിസ്കസ് ചെയ്യണം. കാരണം അവിടുത്തെ ഫീസും പിന്നെ നിങ്ങൾ ഹോസ്റ്റലിൽ നിൽക്കുകയാണെങ്കിൽ ഹോസ്റ്റൽ ഫീസൊക്കെ വരും. അപ്പോൾ അതെല്ലാം നോക്കിയിട്ട് വേണം ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യാൻ. എന്നിട്ട് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്തിട്ട് എന്ത് ചെയ്യുക, ആ ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ ഇവിടെ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇനി പറയാൻ പോകുന്നത്. എല്ലാ വർഷം സ്റ്റുഡൻസ് വരുന്നൊരു മിസ്റ്റേക്കാണ്. അപ്പോൾ നിങ്ങളെ റാങ്ക് 250 വിചാരിക്കുക, 250. നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്തിട്ടുണ്ടാവും, നമ്മളെ യൂട്യൂബ് ചാനലിൽ കഴിഞ്ഞ വർഷത്തെ ലെറ്റൻ്റെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് പറഞ്ഞിരുന്നു. അപ്പോൾ അത് ഒരുവിധം എല്ലാവരും നോക്കിയിട്ടുണ്ടാവും. അപ്പോൾ 250 റാങ്ക് കിട്ടിയ കുട്ടി ഇങ്ങനെ നോക്കിയിട്ടുണ്ടാവും, എൻ്റെ റാങ്ക് നോക്കുമ്പോൾ എന്തായാലും CET-ലൊന്നും കിട്ടുന്നില്ല. നമുക്ക് കിട്ടുന്ന കോളേജ് എന്ന് പറയുമ്പോൾ ഒരു RIT ആണ് കിട്ടുന്നത്. RIT-ലാണ് കഴിഞ്ഞ വർഷം കിട്ടിയത്. അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് RIT കൊടുക്കണം, അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഫസ്റ്റ് ഓപ്ഷൻ തന്നെ RIT കൊടുത്തു. അപ്പോൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത്. അതായത് നിങ്ങൾ കുറേ ആൾക്കാർ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, എൻ്റെ റാങ്ക് കുറച്ച് കുറവാണ്, അപ്പോൾ നല്ല കോളേജ് ഞാൻ ആദ്യം വെക്കുന്നില്ല, എനിക്കെന്തായാലും അവിടെ കിട്ടില്ല. അങ്ങനെ ചിന്തിക്കരുത്. നല്ല കോളേജ് ആദ്യം വെക്കണം. അപ്പോൾ 250, 300, 500, 800, 1000-ൻ്റെ ഉള്ളിലുള്ളവരൊക്കെ എന്ത് ചെയ്യുക, നല്ല കോളേജുകൾ ആദ്യം പ്ലേസ് ചെയ്യും. ഇനി നിങ്ങൾക്ക് 1000-ൻ്റെ മുകളിൽ 2000 റാങ്ക് ആണെങ്കിലും റിസർവേഷൻ, സ്പെഷ്യൽ റിസർവേഷനൊക്കെ ഉണ്ടെങ്കിലും എന്ത് ചെയ്യുക, നല്ല കോളേജ് ആദ്യം പ്ലേസ് ചെയ്യുക. കാരണം ഇവിടെ നിങ്ങൾ വെച്ച കോളേജിൻ്റെ ഓർഡർ നോക്കിയിട്ടല്ല അലോട്ട്മെൻറ്റ്, റാങ്ക് ബേസ്ഡ് ആണ് അലോട്ട്മെൻറ്റ്. ഇതിൽ നിങ്ങളെല്ലാവരും ഓപ്ഷൻ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ LBS എന്ത് ചെയ്യും, അലോട്ട്മെൻറ്റ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യും. ഫസ്റ്റ് റാങ്കാരനെ എടുക്കും, ഫസ്റ്റ് റാങ്കാരൻ്റെ ഫസ്റ്റ് ഓപ്ഷനിൽ ഫില്ല് ചെയ്യും. സെക്കൻഡ് റാങ്കിൽ വരും, ഫസ്റ്റ് ഓപ്ഷൻ ഫില്ല് ചെയ്യും. അങ്ങനെ വന്നിട്ട് 10ാം റാങ്ക്, 100ാം റാങ്ക്, അങ്ങനെ 249 സ്റ്റുഡൻസിനെ ഫില്ല് ചെയ്തിട്ടാണ് നിങ്ങളെ റാങ്കിലോട്ട് വരിക, 250 വരിക. അപ്പോൾ 249 റാങ്ക് കിട്ടിയ സ്റ്റുഡൻസിൻ്റെ എല്ലാ ഓപ്ഷൻസ് നോക്കുമ്പോൾ എവിടെയാണോ സീറ്റ് അവിടെ ഫില്ല് ചെയ്തിട്ടാണ് 250 വരിക. എന്നിട്ട് നിങ്ങളെല്ലാ ഓപ്ഷനും ചെക്ക് ചെയ്തിട്ട് 251 പോവുള്ളൂ. അല്ലാതെ ഒരിക്കലും അടുത്ത റാങ്കിലോട്ട് പോവില്ല. അപ്പോൾ നിങ്ങൾ 250 റാങ്ക്, നിങ്ങൾ എന്താ ചെയ്തത്, കഴിഞ്ഞ വർഷത്തെ ഇതൊക്കെ നോക്കിയിട്ട് എന്തായാലും എനിക്ക് RIT-യിൽ കിട്ടുള്ളൂ, അതുകൊണ്ട് ഫസ്റ്റ് ഓപ്ഷൻ RIT കൊടുത്തു. പിന്നെ സെക്കൻഡ് ഓപ്ഷൻ നിങ്ങൾ എന്ത് ചെയ്തു, MAC കൊടുത്തു. 3rd ഓപ്ഷന് നിങ്ങൾ TKM കൊടുത്തു. 4th ഓപ്ഷൻ നിങ്ങൾ തൃശ്ശൂർ കൊടുത്തു. 5th ഓപ്ഷൻ നിങ്ങൾ പിന്നെ CET കൊടുത്തു. ഇനി 6th, 7th ഒക്കെ ആയിട്ട് വേറെ ഓപ്ഷൻസ് കൊടുത്തു എന്ന് വിചാരിക്കാം. അപ്പോൾ ഈ കുട്ടിയുടെ റാങ്ക് എത്തുമ്പോൾ എന്താണ് ചെയ്യുക, ഫസ്റ്റ് ഓപ്ഷൻ ചെക്ക് ചെയ്യും. ഫസ്റ്റ് ഓപ്ഷൻ ചെക്ക് ചെയ്യുമ്പോൾ RIT-യിൽ ഈ കുട്ടിക്ക് കൊടുത്ത ബ്രാഞ്ചിന് സീറ്റ് ഉണ്ട്, ഇവിടെ ഫില്ല് ചെയ്യും. ഇവിടെ ഫില്ല് ചെയ്യുക മാത്രമല്ല ഈ ഓപ്ഷൻസ് ഒക്കെ ഡിലീറ്റ് ആയി പോകും. ഇത് നമുക്ക് മിക്കവാറും ഫസ്റ്റ് അലോട്ട്മെൻ്റ് ആണ് വരിക, സമയമില്ലാത്തതുകൊണ്ട് ട്രയൽ അലോട്ട്മെൻ്റ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നാൽ ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിയാൽ താഴെയുള്ളതൊക്കെ ഡിലീറ്റ് ആയി പോകും. പിന്നെ നമുക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പുതിയ കോളേജ് ആഡ് ചെയ്യാൻ പറ്റില്ല. അത് എല്ലാവരും ശ്രദ്ധിക്കുക. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇപ്രാവശ്യം ലേറ്റ് ആയതുകൊണ്ട് ചിലപ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റ് ഉണ്ടാവില്ല, ഡയറക്റ്റ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ആയിരിക്കും. നിങ്ങളെ ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിയ താഴെയുള്ള ഓപ്ഷനൊക്കെ ഡിലീറ്റ് ആയി പോകും. അപ്പോൾ ഇപ്പോൾ ഈ കുട്ടിക്ക് തൃശ്ശൂർ സീറ്റ് ഉണ്ടെന്ന് വിചാരിക്കും. ഇൻ കേസ് തൃശ്ശൂരിൽ സീറ്റ് ഉണ്ട്, 250 റാങ്കിന് സീറ്റ് ഉണ്ട്. പക്ഷേ RIT ആദ്യം കൊടുത്തുകൊണ്ട് ഒരിക്കലും താഴോട്ട് ചെക്ക് ചെയ്യില്ല. മുകളിൽ സീറ്റ് ഉണ്ടെങ്കിൽ അവിടെ ഫില്ല്, അത് അവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ആവും. RIT-യിൽ കുട്ടിക്ക് എന്ത് ചെയ്യും, RIT-യിൽ സീറ്റ് അലോട്ട് ചെയ്യും. RIT-യിൽ കുട്ടി കൊടുത്ത ബ്രാഞ്ച്, എന്നിട്ട് അടുത്ത റാങ്കിലോട്ട് പോകും. അപ്പോൾ ഈ കുട്ടി എന്ത് ചെയ്യുന്നത്, തൃശ്ശൂർ ഫസ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് അവിടെ കിട്ടും 251 റാങ്ക് കിട്ടിയ. അപ്പോൾ പിന്നെ നിങ്ങൾ പറയും, സാർ എന്നെക്കാളിലും റാങ്കുള്ള കുട്ടിക്ക് അവിടെ കിട്ടിയിട്ടുണ്ട്, എനിക്ക് കിട്ടിയില്ല. അത് നിങ്ങൾ ഓപ്ഷൻ കൊടുത്ത സമയത്ത് വരുത്തിയ മിസ്റ്റേക്കാണ്. അപ്പോൾ നല്ല കോളേജുകൾ ആദ്യം കൊടുക്കുക. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സ്റ്റുഡൻറ്റ് ഓപ്ഷൻ കൊടുക്കേണ്ടത്, ഫസ്റ്റ് CET കൊടുക്കുക, പിന്നെ തൃശ്ശൂർ കൊടുക്കുക. ഇനി ഇവിടെ CET-യിൽ തന്നെ നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ ബ്രാഞ്ചുകളൊക്കെ കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ചില സ്റ്റുഡൻസ് ഇലക്ട്രോണിക്സ് ആയാലും കുഴപ്പമില്ല, ഇലക്ട്രിക്കൽ ആയാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ചിലവർക്ക് കമ്പ്യൂട്ടർ സയൻസ് ആയാലും ഇലക്ട്രോണിക്സ് ആണെങ്കിലും ഓക്കെയാണ്. പിന്നെ മെജോറിറ്റി ആൾക്കാരും അവരവരുടെ ബ്രാഞ്ചിനെ ആയിരിക്കും ചൂസ് ചെയ്യുക. പക്ഷേ ചില ആൾക്കാർക്ക് ഏത് ബ്രാഞ്ച് ആയാലും കുഴപ്പമില്ല, അങ്ങനെയുള്ളവർക്ക് പല ബ്രാഞ്ചുകൾ കൊടുക്കാം. അപ്പോൾ CET-യിൽ തന്നെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഒക്കെ ആയിട്ട് തന്നെ വരും. ഇനി അവിടെ 3rd ഓപ്ഷന് TKM കൊടുത്തു. 4th ഓപ്ഷന് ഇപ്പോൾ RIT കൊടുത്തു. RIT ഇപ്പോൾ നിങ്ങൾക്ക് MAC-യിൽ താല്പര്യമില്ലെങ്കിൽ അത് റിമൂവ് ചെയ്യാം, അല്ലെങ്കിൽ താഴോട്ട് വെക്കാം. അതൊക്കെ നിങ്ങളിഷ്ടം പോലെ ചെയ്യാം.
അപ്പോൾ ഞാനീ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ട് മനസ്സിലാക്കിയിട്ട് വേണം ഒരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുക, എന്നിട്ട് ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യുക. 5ാമത്തെ ഓപ്ഷന് പിന്നെ NSS കൊടുത്തു. അപ്പോൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ ഉള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണ്? 250 റാങ്ക് എത്തുന്ന സമയത്ത് ഫസ്റ്റ് ഓപ്ഷനിൽ സീറ്റ് ഉണ്ടോ നോക്കും. ഇല്ലെങ്കിൽ എങ്ങോട്ട് വരും? സെക്കൻഡിൽ വരും. അപ്പോൾ സെക്കൻഡിൽ സീറ്റുള്ളതുകൊണ്ട് ഇവിടെ കിട്ടും. അപ്പോൾ നേരത്തെ ഉള്ള ഓർഡർ ആണെങ്കിൽ നിങ്ങൾക്ക് RIT-യിലാണ് കിട്ടുക, പക്ഷേ ഇവിടെ എന്ത് ചെയ്തു? നിങ്ങൾക്ക് തൃശ്ശൂർ കിട്ടി. അപ്പോൾ ഇത് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക? നല്ല കോളേജുകൾ ആദ്യം കൊടുക്കുക. പിന്നെ വരുന്നൊരു മിസ്റ്റേക്കാണ്, നിങ്ങൾ കുറേ ഓപ്ഷൻസ് കൊടുത്തിട്ട് വെറുതെ ലാസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യും? ഒരു ഓപ്ഷനിൽ കൊടുക്കും. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രൈവറ്റ് കൊടുക്കും, അല്ലെങ്കിൽ ഇടുക്കി കൊടുക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോളേജ് നിങ്ങളൊരു ലാസ്റ്റ് ഓപ്ഷനായിട്ട് കൊടുക്കും. വെറുതെ കൊടുത്തു. ആ വെറുതെ കൊടുക്കുന്ന പരിപാടി എല്ലാവരും നിർത്തുക. കാരണം ആ വെറുതെ കൊടുക്കണത് നിങ്ങൾക്ക് കിട്ടും. എന്നിട്ട് കിട്ടിയിട്ട് ഇങ്ങനെ വിളിച്ചിട്ട് പറയും, സാർ എനിക്കത് വേണ്ട, എനിക്ക് അവിടെയാണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് പിന്നെ അടുത്ത അലോട്ട്മെൻറ്റിന് വെയിറ്റ് ചെയ്യാന്നേ ഉള്ളൂ. സെക്കൻഡ് അലോട്ട്മെൻറ്റിലും തേർഡ് അലോട്ട്മെൻറ്റിലും നമുക്ക് വെയിറ്റ് ചെയ്യാന്നേ ഉള്ളൂ. അത് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മൾ അഡ്മിഷൻ ക്യാൻസൽ ചെയ്യുകയൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജുകൾ മാത്രം കൊടുക്കുക. കാരണം നമ്മൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞ് ഇപ്പോൾ നിങ്ങൾ 6th ഓപ്ഷൻ കൊടുത്തത് ഒരു പ്രൈവറ്റ് കോളേജാണ്, അല്ലെങ്കിൽ നിങ്ങൾ പോകാൻ ആഗ്രഹിക്കാത്തൊരു കോളേജാണ് കൊടുത്തത്. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഇവിടെ കിട്ടി. ഇനി നിങ്ങൾ ഫീസ് അടച്ചാലേ സെക്കൻഡ് അലോട്ട്മെൻറ്റ് പരിഗണിക്കുള്ളൂ. ഫീ അടച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ് ഓപ്ഷൻസ് ഡിലീറ്റ് ആവും. നിങ്ങൾക്ക് സെക്കൻഡിലും തേർഡിലൊന്നും പങ്കെടുക്കാൻ പറ്റില്ല. പിന്നെ സ്പോട്ടിലേ പങ്കെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതും കൂടെ ശ്രദ്ധിക്കുക. വെറുതെ ഒരു ഓപ്ഷൻ കൊടുക്കരുത്. എല്ലാം നോക്കിയിട്ട് തന്നെ കൊടുക്കുക. പോകാൻ ആഗ്രഹമുള്ള കോളേജിൽ പോകാൻ ആഗ്രഹിക്കുന്ന കോഴ്സുകൾ മാത്രം കൊടുക്കുക. വെറുതെ കുറേ ഓപ്ഷൻസ് ഇടരുത്. മിക്കവാറും നിങ്ങൾക്ക് താല്പര്യമില്ല, വെറുതെ കുറേ ഇടും, എന്നിട്ട് അതിൽ കിട്ടും, എന്നിട്ട് വിളിച്ചിട്ട് പറയും, സാർ അതെനിക്ക് താല്പര്യമില്ല. അപ്പോൾ എന്തിനാ കൊടുത്തു വെച്ചാൽ വെറുതെ കൊടുത്താണ്, കിട്ടുമെന്ന് വിചാരിച്ചില്ല, പക്ഷെ അതങ്ങനെ കിട്ടും. അപ്പോൾ നല്ല കോളേജുകൾ കൊടുക്കുക. ഇനി ഇവിടെ പിന്നെ വേറെ അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ, നല്ല നല്ല കോളേജ് കൊടുത്താൽ നിങ്ങൾക്ക് ഇപ്പോൾ പിന്നെ നിങ്ങൾ ഓപ്ഷൻ കൊടുത്തു, നിങ്ങൾക്ക് 5ാമത്തെ ഓപ്ഷൻ NSS കിട്ടിയെന്ന് വിചാരിക്കുക. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞാൽ ഓൺലൈനായിട്ട് ഫീസ് അടക്കണം. പിന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ മുകളിലുള്ള കോളേജുകൾ റീഅറേഞ്ച് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനൊക്കെ പറ്റും. പുതിയ കോളേജ് ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ NSS തന്നെ മതിയെങ്കിൽ ഇത് ഡിലീറ്റ് ചെയ്തോളൂ. ഇനി അതല്ല നിങ്ങൾക്ക് CET തൃശ്ശൂർ മതിയെങ്കിൽ ഈ TKM RIT ഒഴിവാക്കാം. അങ്ങനെ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹയർ ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്യാനും റീഅറേഞ്ച് ചെയ്യാനൊക്കെ പറ്റും. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യാൻ. പിന്നെ അതേപോലെ ബ്രാഞ്ച് മാറുന്നവർ നിങ്ങൾ അത് ആലോചിച്ചിട്ട് തന്നെ ചെയ്യുക. ബ്രാഞ്ച് മാറുന്നതൊക്കെ നല്ലത് തന്നെയാണ്. നിങ്ങൾ പഠിക്കാൻ റെഡിയാണെങ്കിൽ ഏത് ബ്രാഞ്ചിലോട്ട് മാറാം. പിന്നെ ബ്രാഞ്ച് മാറ്റിയെടുത്തിട്ട് സാർ എനിക്ക് ആ ബ്രാഞ്ച് വേണ്ട, എൻ്റെ ബ്രാഞ്ചിൻ്റെ മതി, അതിലോട്ട് മാറണം എന്ന് പറഞ്ഞാൽ പിന്നീട് അത് പോസിബിൾ അല്ല. അപ്പോൾ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് ആലോചിച്ചിട്ട് ചെയ്യുക. പിന്നെ അതേപോലെ റാങ്ക് കുറച്ച് ബാക്കിലോട്ട് വന്നവരുണ്ടാവും. അപ്പോൾ ഗവൺമെൻറ്റിലും എയ്ഡഡിലും ചിലപ്പോൾ കിട്ടാൻ ചാൻസ് ഇല്ല. അപ്പോൾ അങ്ങനെയുള്ളവർ കോസ്റ്റ് ഷെയറിങ്ങും പ്രൈവറ്റൊക്കെ കൊടുക്കുമ്പോൾ ഫീസും കൂടെ നോക്കുക. പിന്നെ പ്രൈവറ്റ് കോളേജുകൾ ചൂസ് ചെയ്യുമ്പോൾ ഒരു ബെറ്റർ ഓപ്ഷൻ എന്താ വെച്ചാൽ, നിങ്ങളെ വീടിൻ്റെ അടുത്ത് നല്ല പ്രൈവറ്റ് ഉണ്ടെങ്കിൽ അത് ഒരു നല്ലൊരു ഓപ്ഷനാണ്. നിങ്ങളെ റാങ്ക് കുറച്ച് പുറകിലോട്ടാണ്, നിങ്ങൾക്ക് പ്രൈവറ്റിൽ കിട്ടാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ എന്തായാലും നല്ല ഗവൺമെൻറ് കോളേജുകളൊക്കെ ആദ്യം തന്നെ കൊടുക്കുക. പിന്നെ നിങ്ങൾ പ്രൈവറ്റ് നോക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് എന്താ വെച്ചാൽ വീടിൻ്റെ അടുത്ത് നല്ല പ്രൈവറ്റ് ഉണ്ടെങ്കിൽ, ഞാൻ വീടിൻ്റെ അടുത്തെന്ന് പറയാനുള്ള കാരണം നമുക്ക് ഹോസ്റ്റൽ ഫീസ് ഒഴിവായി കിട്ടും. അപ്പോൾ അത് തന്നെ നല്ലൊരു എമൗണ്ട് അവിടെ നിന്ന് കുറയും. വീടിൻ്റെ അടുത്ത് നിങ്ങൾക്ക് പോയി വരാൻ പറ്റും. അപ്പോൾ അങ്ങനെ കോളേജുകൾ ഉണ്ടെങ്കിൽ അത് ലാസ്റ്റ് ഓപ്ഷനായിട്ടൊക്കെ കൊടുക്കാം. അപ്പോൾ എന്തായാലും എല്ലാവരും ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യുക. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചിട്ട് ചോദിക്കുക. അപ്പോൾ വാട്സപ്പിൽ ഇങ്ങനെ ഒരുപാട് മെസ്സേജ് വരുന്നതുകൊണ്ട് ചിലപ്പോൾ പെട്ടെന്ന് റിപ്ലൈ കിട്ടില്ല. അപ്പോൾ നിങ്ങൾ കോൾ ചെയ്താൽ മതി. വാട്സപ്പിൽ ഞാൻ ഫ്രീ ആവുന്നതിനനുസരിച്ച് റിപ്ലൈ തരാം. പിന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് എമർജൻസി റിപ്ലൈ വേണമെന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചാൽ മതി. ഓക്കെ, ഇനി ഓപ്ഷൻസ് ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യാൻ വളരെ ഈസിയാണ്. നിങ്ങൾ LBSൽ നിങ്ങളെ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്യുക. അപ്പോൾ ലോഗിൻ ചെയ്യുമ്പോൾ ഇവിടെ കോളേജ് ഓപ്ഷൻ എന്ന് പറഞ്ഞ് കാണാം. ഇതിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഓപ്ഷൻ രജിസ്ട്രേഷന് ഗിവ് ഓപ്ഷൻ കോളേജ് വൈസ്, ഗിവ് ഓപ്ഷൻ കോഴ്സ് വൈസ്. അത് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. അതായത് നിങ്ങൾ കോളേജ് പെട്ടെന്ന് നിങ്ങൾക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം, അപ്പോൾ നിങ്ങൾ ഇതിൽ കാണാം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം. അപ്പോൾ അവിടെയുള്ള കോഴ്സുകൾ ലിസ്റ്റ് ചെയ്യും. ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, അപ്പോൾ ആഡ് ഓപ്ഷൻ. അപ്പോൾ ഇവിടെ ഇതാ ഓപ്ഷൻ വന്നു. ഇനി അടുത്ത വീണ്ടും നിങ്ങൾ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം, നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് കിട്ടിയില്ലെങ്കിൽ വേറെ ബ്രാഞ്ച് നോക്കുന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഇനി നിങ്ങൾ ഒരു ബ്രാഞ്ച് മാത്രമേ നോക്കുന്നുള്ളെങ്കിൽ അടുത്ത കോളേജാണ് ആഡ് ചെയ്യേണ്ടത്. ഇപ്പോൾ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം നിങ്ങൾ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ നോക്കുന്നുണ്ടെങ്കിൽ ആഡ് ഓപ്ഷൻ കൊടുക്കുക. ഇങ്ങനെ ആഡ് കൊടുക്കുമ്പോൾ ഇവിടെ വരും, വേണ്ട 1, 2 എന്ന് പറഞ്ഞിട്ട് വരും. ഇനി നിങ്ങൾക്ക് കോഴ്സ് വൈസ് നോക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ കോഴ്സ് വൈസ് കാണാം. രണ്ടും സെയിം തന്നെയാണ്. ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ സയൻസുള്ള കോളേജുകളിലൂടെ കാണിക്കും. അപ്പോൾ ഇവിടെ ആൽഫബറ്റിക് ഓർഡറാണ്, അപ്പോൾ അത് ശ്രദ്ധിക്കണം. അല്ലാതെ നമ്മളെ PDF പറഞ്ഞ പോലെ ആദ്യം ഗവൺമെൻറ് പിന്നെ എയ്ഡഡ് അങ്ങനെയല്ല, ആൽഫബറ്റിക് ഓർഡറാണ്.
ഇപ്പോൾ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂരാണെങ്കിൽ ഇതാ ഇവിടെ കാണാം, ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂർ. അപ്പോൾ ഇവിടെ ആഡ് ഓപ്ഷൻ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ഓപ്ഷന് വരും. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു രീതിയിൽ നിങ്ങൾ ഓപ്ഷൻസ് ആഡ് ചെയ്യുക. തൃശ്ശൂർ ആഡ് ചെയ്തു. TKM കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആഡ് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ആഡ് ആവും. അപ്പോൾ നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്ന ബ്രാഞ്ചുകൾ, നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്ന കോളേജുകൾ ആ ഒരു ഓർഡറിൽ തന്നെ 1 2 3 4 എന്ന് പറഞ്ഞിട്ട് ആഡ് ചെയ്യുക. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഓപ്ഷൻസ് ആഡ് ചെയ്യുക. എത്ര ഓപ്ഷൻ വേണമെങ്കിലും ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാം ശ്രദ്ധിച്ച് വേണം കൊടുക്കാൻ. ഇനി നിങ്ങൾക്ക് ഓപ്ഷൻസ് ഇങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും ഇത് ഓർഡർ മാറ്റണം എന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് TKM സെക്കൻഡിലോട്ട് കൊണ്ടുവരണം, ഇത് ഫോർത്തിലോട്ടും കൊണ്ടുവരണം. അപ്പോൾ ഇത് എന്ത് ചെയ്യുക, രണ്ടും ഈ രണ്ട് പ്രിഫറൻസ് നമ്പറും ഡിലീറ്റ് ചെയ്യുക. എന്നിട്ട് TKMൽ 2 എന്നും ഇവിടെ 4 എന്നും കൊടുക്കുക. അപ്ഡേറ്റ് ആൻഡ് സേവ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്താവും, ഇത് ഓർഡർ മാറി 1 2 3 4. ഇപ്പോൾ സെക്കൻഡിൽ എന്തോന്നു TKM വന്നു. ഇനി നിങ്ങൾക്ക് ട്രിവാൻഡ്രത്ത് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഡിലീറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഫൈനൽ സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇതിൽ എന്ത് അറേഞ്ച്മെൻറ്റും വരുത്താൻ പറ്റും. ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും ഒക്കെ പറ്റും. അപ്പോൾ ഫൈനൽ സബ്മിറ്റ് എന്ത് ചെയ്യുക, ഫൈനൽ സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് 1-2 പ്രാവശ്യമൊക്കെ നോക്കിയതിന് ശേഷം ഫൈനൽ സബ്മിറ്റ് ചെയ്യുക. ഈ സബ്മിറ്റ് കൊടുത്താൽ ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല, അത് റീഅറേഞ്ച് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ അത് കൂടെ നോക്കിയിട്ട് ഫൈനൽ ആയതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക. ഇനി നിങ്ങളിപ്പോൾ അപ്ഡേറ്റ് ആൻഡ് സേവ് എന്ന് കൊടുത്താൽ ഇവിടെ തന്നെ ഉണ്ടാവും. നിങ്ങൾ കുറച്ച് കഴിഞ്ഞ് ലോഗിൻ ചെയ്താൽ ആ ഓപ്ഷൻസ് അവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ 3-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ്. അതിന് മുമ്പായിട്ട് തന്നെ എല്ലാവരും എന്ത് ചെയ്യുക, ഓപ്ഷൻസ് കൊടുക്കുക. ഇതിൽ നിങ്ങൾക്ക് ഇതിൽ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അപ്ഡേറ്റ് ആൻഡ് സേവ് കൊടുത്താൽ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഉണ്ടായിരുന്നു, ഇപ്രാവശ്യം ഉണ്ടോ നോക്കട്ടെ. ആ നമ്പർ 13 എന്ന് പറഞ്ഞാണ് കിടക്കുന്നത്. ഇത് കഴിഞ്ഞ വർഷം ഇങ്ങനെ തന്നെ ആയിരുന്നു. അതായത് അത് നോക്കണ്ട, നിങ്ങൾ ഡിലീറ്റ് ചെയ്യുമ്പോൾ ഇത് മാറിയിട്ടുണ്ടാവില്ല. അപ്പോൾ അത് ഫസ്റ്റ് സെക്കൻഡ് ഇങ്ങനെ നോക്കിയാൽ മതി. ഫസ്റ്റ് സെക്കൻഡ് അല്ല, ഇനി വേണമെങ്കിൽ ഇവിടെ 2 ഇട്ട് കൊടുത്ത് കെടുത്താൽ ചിലപ്പോൾ അത് സേവ് ആവുണ്ടാവും. അങ്ങനെ 1 2 എന്ന് എന്ത് ചെയ്യുക, ഓർഡർ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് കോളേജ് ഓപ്ഷൻസ് കൊടുക്കേണ്ടത്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യുക. കുറച്ച് സമയമേ ഉള്ളൂ, അപ്പോൾ ഉടനെ തന്നെ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ എന്നെ വിളിക്കുക. ഓക്കെ, ഇനി പറയാൻ പോകുന്നത് അടുത്ത വർഷത്തെ ലെറ്റ് എൻട്രൻസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിനോടാണ്. BTech ലെറ്റ് 2027 ഇന്നോവേഷൻസിൽ BTech ലെറ്റ് 2027 ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ടോപ്പ് ഗവൺമെൻറ് എയ്ഡഡ് എഞ്ചിനീയറിംഗ് കോളേജുകളിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലെറ്റ് എൻട്രൻസ് എക്സാമിന് നല്ല റാങ്ക് വേണം. ആദ്യത്തെ 100 റാങ്ക് വേണം. അപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ CETയിൽ കിട്ടണമെങ്കിൽ 100ൻ്റെ ഉള്ളിൽ പോരാ. നമുക്ക് ഈ വർഷത്തേതൊക്കെ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ 10 മെജോറിറ്റി കമ്പ്യൂട്ടർ സയൻസുകാരാണ്. അപ്പോൾ ആദ്യത്തെ 10 തന്നെ റാങ്ക് വേണം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ലെറ്റ് എൻട്രൻസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു അവസാനത്തെ 6 മാസം അല്ലെങ്കിൽ ലാസ്റ്റത്തെ 3 മാസം അല്ലെങ്കിൽ 1 മാസം എന്നുള്ള രീതിയിൽ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ടോപ്പ് റാങ്ക് കിട്ടാനുള്ള ചാൻസ് കുറവാണ്. കിട്ടുന്നവരുണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ നമുക്ക് എപ്പോഴും നല്ല റാങ്ക് കിട്ടാൻ ഏറ്റവും ബെറ്റർ നിങ്ങൾ ഇപ്പോഴേ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക. പോളിയുടെ കൂടെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. അപ്പോൾ പോളിയുടെ കൂടെ പഠിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ നമ്മളെ എല്ലാ വർഷത്തെയും ഓൾ കേരള ഫസ്റ്റ് റാങ്ക് സെക്കൻഡ് റാങ്ക് എടുത്തു കഴിഞ്ഞാൽ ഓൺ ഗോയിങ് സ്റ്റുഡൻസ് ആണ്. ഇപ്പോൾ ഫസ്റ്റ് റാങ്ക് കിട്ടിയ അശ്വിന് ഓൺ ഗോയിങ് ആണ്, പോളിയുടെ കൂടെയാണ് പഠിച്ചത്. അതേപോലെ സെക്കൻഡ് റാങ്ക് കിട്ടിയ യാസീന് ഓൺ ഗോയിങ് സ്റ്റുഡൻ്റ് ആണ്, പോളിയുടെ കൂടെ പഠിച്ചാണ്. അതുപോലെ ക്യുസാറ്റിൻ്റെ ഫസ്റ്റ് റാങ്ക് കിട്ടിയത് യാസീൻ തന്നെയാണ്, ഓൺ ഗോയിങ് സ്റ്റുഡൻ്റ് ആണ്. ഇവിടെ റിപ്പീറ്റേഴ്സ് ഉണ്ട്, റിപ്പീറ്റേഴ്സ് ഇല്ല എന്നല്ല. ഇവിടെ ഫസ്റ്റ് റാങ്കും സെക്കൻഡ് റാങ്കും ഓഫ്ലൈൻ സ്റ്റുഡൻസ് ആണ്. അശ്വിന് കാലിക്കറ്റ് ഇന്നോവേഷൻസിലാണ് വന്നിരുന്നത്, യാസീന് മഞ്ചേരി ഇന്നോവേഷൻസിൽ. ഇനി ഫോർത്ത് റാങ്ക് കിട്ടിയ ശ്രീരാം ഓൺലൈൻ സ്റ്റുഡൻ്റ് ആണ്, ശ്രീരാമും ഓൺ ഗോയിങ് സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ പോളിയുടെ കൂടെ തന്നെ നിങ്ങൾക്ക് ടോപ്പ് റാങ്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു എൻട്രൻസ് എക്സാമാണ് ലെറ്റ്. അപ്പോൾ അതിന് ചെയ്യേണ്ടത് 1 ഇയർ പ്രിപ്പറേഷൻ നടത്തുക. അതായത് ഇപ്പം തന്നെ നിങ്ങൾ 5th സെമ്മും 6th സെമ്മും പഠിക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യുക, പഠിക്കുക. അപ്പോൾ ശനി ഞായർ ദിവസങ്ങളിലാണ് ക്ലാസ്സുകൾ. ഇപ്പോൾ ഇന്നോവേഷൻസിൽ ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ മെയിൻ ക്ലാസ്സുകൾ വരെ ശനി ഞായർ ദിവസങ്ങളിലാണ്. അപ്പോൾ നിങ്ങൾ തിങ്കൾ മുതൽ വെള്ളി വരെ പോളിയിലെ കാര്യങ്ങൾ പഠിക്കുക. ശനി ഞായർ ഇതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചാൽ ഇതേപോലെ നിങ്ങൾക്ക് നല്ല റാങ്ക് കിട്ടും. അപ്പോൾ അടുത്ത വർഷത്തെ ലെറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസ് ഇന്നോവേഷൻസിൽ അഡ്മിഷൻ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ നമ്പർ ഉണ്ട്, ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ പോളിയുടെ കൂടെ തന്നെ നിങ്ങൾക്ക് ഇതേപോലെ നല്ല റാങ്ക് വാങ്ങിക്കാൻ പറ്റും. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, 2 ദിവസം ബാക്കി പരിപാടികളൊക്കെ മാറ്റി വെച്ചിട്ട് ഓൺലൈൻ ആണെങ്കിൽ വീട്ടിലിരുന്ന് കറക്റ്റായിട്ട് പഠിക്കുക, ഓഫ്ലൈൻ ആണെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരിക. അപ്പോൾ ഇങ്ങനെ നല്ല റാങ്ക് കിട്ടിയാൽ ആദ്യത്തെ 10ലും 20ലും വന്നുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ തന്നെ ഫസ്റ്റ് ഓപ്ഷൻ നമ്മൾ പോകാൻ ആഗ്രഹിച്ച കോളേജിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ബ്രാഞ്ചിന് സീറ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ അടുത്ത വർഷത്തെ ലെറ്റ് കോച്ചിങ് ഇന്നോവേഷൻസിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞുതരും. ഓക്കെ, താങ്ക് യു.